ക്കും മൂകാംബികയ്ക്കും ശേഷം ഇനി എന്ത് എന്ന ചോദ്യമുയർന്നു. പ്രവിയേട്ടൻ മുരുടേശ്വർ എന്ന് പറഞ്ഞെങ്കിലും ആരും കേട്ട ഭാവം പോലും കാണിച്ചില്ല. ക്വിസ് മാസ്റ്റർ സുമിത്തേട്ടൻ ജോക്ക് ഫാൾസ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല ആശയമാണ്, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞ് പാവത്തിനെ നിരുത്സാഹപ്പെടുത്തി. അപ്പോഴാണ് അവൻ അവതരിച്ചത്. അഭിയേട്ടൻ ചോദിച്ചു, നമുക്ക് ഗോവയിലേക്ക് വിട്ടാലോ? കേട്ട പാട് അരുവേട്ടൻ പറഞ്ഞു, കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ഓൺ. അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ഞങ്ങൾ ഗോവ വിളിച്ചു. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ബീച്ചിൽ ഇറങ്ങാൻ പെർമിഷൻ ഇല്ലയെന്ന്. എല്ലാവർക്കും വിഷമമായി എന്ന് കണ്ടപ്പോൾ ദിലീപേട്ടൻ പോയി ഒരു ഫുട്ബോൾ അങ്ങ് വാങ്ങി 2 ടീമായി തിരിച്ച് ബീച്ചിലങ്ങ് കളിച്ചു. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കളിക്കുന്നത് കണ്ട് ആളുകൾ കൂടി. കുറേ പേര് ഞങ്ങളെയും കളിക്കാൻ കൂട്ടാമോ എന്ന് ചോദിച്ചെങ്കിലും എങ്ങാനും ഇവന്മാർ വൻ പ്ലെയേഴ്സ് ആണെങ്കിലോ എന്നോർത്ത് കൂട്ടിയില്ല. ആ പൊരി വെയിലത്ത് ഫോറിനേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് നിഖിൽ മോഹൻ ആൻഡ് ടീമിനെ 1-0 ഞങ്ങളങ്ങ് തോൽപ്പിച്ചു. ഒന്ന് നടക്കാൻ പോലും വയ്യാതെ വിഷമിച്ച പാവങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു വയ്യെങ്കിൽ നിർത്താമെന്ന്. എല്ലാം കഴിഞ്ഞ് റോഡിലെത്തിയപ്പോഴാണ് ട്വിസ്റ്റ്. ഒരു നാണം ഇല്ലാണ്ട് അവർ പറയുക അവരാണ് ജയിച്ചതെന്ന്. പിന്നെ അതിൻ്റെ മേലുള്ള ചർച്ചയും ബഹളവും ആയിരുന്നു. തള്ളിയിരിച്ചു. ആ ടീമാണ് ഇത്. ഗോൾ അടിക്കാണ്ട് ജയിച്ച കേരളത്തിലെ ആദ്യ ടീം. ഓക്കെ, നിഖിൽ മോഹൻ നയിക്കുന്ന കളിച്ച് ജയിക്കണം മിസ്റ്റർ, കളിച്ച് ജയിക്കണം മിസ്റ്റർ. റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ബീച്ചിലെത്തി. ബീച്ചിലിറങ്ങി വെള്ളത്തിൽ കളിച്ചു. അതിനിടയിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള 2 ചെറുപ്പക്കാർ, ദിലീപേട്ടനും മഹേഷേട്ടനും, ഗോവൻ ബീച്ചിലെ വലിച്ചെറിയപ്പെട്ട മദ്യക്കുപ്പികൾ പെറുക്കിയെടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടുന്ന മാതൃകാപരമായിട്ടുള്ള കാഴ്ച, അത് ഞങ്ങളെല്ലാവരെയും അമ്പരപ്പിച്ചു. ഇതെല്ലാം അടുത്തിരുന്ന് കണ്ട് അരുവേട്ടൻ പറഞ്ഞു, വെൽ ഡൺ ദിലീപേട്ട, വെൽ ഡൺ. ലൈഫിലെ ഏറ്റവും മികച്ച യാത്രയിലെ അവസാന നിമിഷങ്ങൾ ഞങ്ങളവിടെ ആഘോഷിച്ചു. ഇനി മറ്റൊരു യാത്രാവിശേഷമായി കാണാം. ബൈ. ടൂർ ഗംഭീരമായി പ്ലാൻ ചെയ്ത ഡ്രോപ്പ് ആവുന്ന പ്രതീക്ഷിച്ചിട്ട് ഡ്രോപ്പ് ആവാതെ പിടിച്ചു നിർത്തിയ നമ്മുടെ സമിതിക്കും അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ അഭിമുഖനും അതിന് വേണ്ട ഫോളോ അപ്പ് കറക്റ്റ് സമയത്ത് ചെയ്ത ക്ലിയറിനും അത് അവിടുന്ന് കറക്റ്റ് ഓൺലൈനിൽ വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ച സുമിക്കും കാരണം കൊണ്ട് മാത്രമുള്ള ട്രിപ്പാണ്. വേറെ ആരും ഇത് ഫോളോ ചെയ്തിട്ടില്ല. നിങ്ങൾ 4 പേരും വൃത്തിക്ക് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമുള്ള ട്രിപ്പാണ്. അതുകൊണ്ട്